സൗമ്യനാഥിൻ്റെ അലർജിക് റൈനിറ്റസ് ആണ് പ്രോബ്ലം അല്ലേ? അപ്പം എന്തൊക്കെ വിഷമം ഉണ്ടായത്? എനിക്ക് ഇനീഷ്യലി തുമ്മലായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഇഷ്യൂസ്. തുമ്മലൊക്കെ ഒരു രാവിലെ ഒക്കെ എത്തി കഴിയുമ്പോഴത്തേക്ക് തുമ്മൽ തുടങ്ങി ഒരു 50-60 പ്രാവശ്യം അടുപ്പിച്ച് തുമ്മിയാലാണ് പിന്നെ നിൽക്കുകയുള്ളൂ. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മൂക്കൊക്കെ അടയും, തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ഇഷ്യൂസാണ്, തലവേദന എടുക്കും. ഇനീഷ്യൽ സ്റ്റേജസിൽ സെട്രസിനൊക്കെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ സെട്രസിനൊന്നും കേൾക്കാതെ ഒരവസ്ഥ എത്തി. അതുകൊണ്ടാണ് പിന്നെ അലർജി ടെസ്റ്റ്. അപ്പൊ അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഡസ്റ്റ്മൈറ്റിന്റെ അലർജി ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിന് കുറെ കൺട്രോളൊക്കെ പറഞ്ഞത് എങ്ങനെ അത് കൺട്രോൾ ചെയ്യണമെന്നൊക്കെ അല്ലേ? അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ ട്രീറ്റ്മെന്റ് തുടങ്ങിയായിരുന്നു. അതെ, അലർജൻ ഇമ്മ്യൂണോതെറാപ്പി പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് തുടങ്ങിയായിരുന്നു. അതെങ്ങനെ എടുക്കുന്നത് ഇമ്മ്യൂണോതെറാപ്പി? ഇമ്മ്യൂണോതെറാപ്പിയിൽ ആക്ച്വലി ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഭക്ഷണത്തിന് മുമ്പ് തന്നെ കഴിക്കുന്നുണ്ട്. അതല്ലാതെ 2 ദിവസം കൂടുമ്പോൾ തന്നിരിക്കുന്ന മെഡിസിൻ ഓരോ ഡോസ് അനുസരിച്ചായിരുന്നു. ഇനീഷ്യലി അത് 0.6 ആയിരുന്നു, പിന്നെ 0.8 ആയി, പിന്നെ 1 ആയി. സോ അത് രാവിലെ 2 ഡേയ്സ് കൂടുമ്പോൾ രാവിലെ വയ്ക്കുന്നുണ്ട്. അപ്പൊ അത് ഓൾമോസ്റ്റ് ഒരു 3 മാസം കൂടുതലായി തുടങ്ങി നമ്മൾ ഇമ്മ്യൂണോതെറാപ്പിയുടെ തുടങ്ങിയിട്ട് അല്ലേ? അപ്പൊ എങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്? എത്ര വ്യത്യാസമുണ്ട്? എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു 3 months ബാക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90% കൂടുതൽ തന്നെ എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യലി ഒരു 1 day ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ തുമ്മിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ ഒരു 3 മാസത്തിടെ മാക്സിമം ഒരു 20 പ്രാവശ്യമായിരിക്കും തുമ്മിയിട്ടുണ്ടാവുള്ളൂ. അത് അടുപ്പിച്ച് 1-2 പ്രാവശ്യമൊക്കെ തുമ്മിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം. ഒന്ന് മൂടൊക്കെ കുറച്ചും കൂടെ ഓക്കെ ആയി വന്നു. മറ്റേ തുമ്മി കഴിയുമ്പോഴത്തേക്കും മൂക്കടഞ്ഞ് ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മച്ച് ബെറ്റർ ആണ്. ഞാൻ വർക്കൊന്നും എഫക്ട് ആവുന്നില്ല. ഇല്ല അല്ലേ? ഇല്ല. അതെ, ഇതാണ് ഇമ്മ്യൂണോതെറാപ്പി എടുക്കുമ്പോൾ ബോഡി തന്നെ അലർജി ഇമ്മ്യൂണിറ്റി ഫൈറ്റ് ചെയ്ത് ഇമ്മ്യൂണിറ്റി ലെവലെല്ലാം ട്രെയിൻ ചെയ്തെടുക്കും. അപ്പോൾ ഈ ഡസ്റ്റ്മൈറ്റ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അലർജിയുടെ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ഇതാണ് നമ്മൾ ഡസ്റ്റ്മൈറ്റ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ക്ലീനിങ് എങ്ങനെ ചെയ്യുന്നത്? ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് വീക്ക്ലി വൺസ് ഞാൻ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, ബ്ലാങ്കറ്റ് എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ബെഡും പില്ലോ ആണെങ്കിൽ പോലും ഞാൻ ഒരു എക്സ്പ്രഷൻ മറ്റേ ബാക്ടീരിയൽ ആയിട്ടുള്ള ഫിൽറ്റർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് വാക്യൂം ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതാണ് അത്രയും ഉണ്ടല്ലോ. നമ്മൾ ഈ ക്ലീനിങ്ങും വേണം, മെഡിസിൻ വേണം, ഇമ്മ്യൂണോതെറാപ്പി വേണം. അപ്പൊ ക്ലീനിങ് അതുപോലെ ചെയ്യുന്നതിന് നല്ല ഗുണമുണ്ട്, നല്ല വ്യത്യാസം തന്നെയാണ്. ഓക്കെ, ശരി. ഇമ്മ്യൂണോതെറാപ്പി കണ്ടിന്യൂ ചെയ്യണം. ഒരു 2-3 years നമുക്ക് വേണം. അതിനുശേഷം ഓരോ മെഡിസിൻ ഡോസ് കുറയ്ക്കാൻ പറ്റും, നമുക്ക് കുറഞ്ഞു കൊടുക്കണം.